CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കാണിപ്പയ്യൂരിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. 13ഓളം പേർക്ക് പരിക്കേറ്റു. കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന കൈലാസം ആര്യ ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. വടക്കേകാട് 5 റോഡ് ജംഗ്ഷനിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് അപകടം. ആംബുലൻസിലുണ്ടായിരുന്ന ഒരാൾക്ക് നിസാര പരിക്കേറ്റു. വെളിയങ്കോട് അയ്യോട്ടിച്ചിറ സ്വദേശി മുബാറക്കിനാണ് പരിക്കേറ്റത്. മഴ പെയ്തതോടെ വെള്ളറക്കാട് നെല്ലിക്കുന്ന് റോഡ് യാത്രായോഗ്യമല്ലാതായി. വെള്ളമൊഴുകിപ്പോകുന്നതോടെ സ്വകാര്യ വ്യക്തി അടച്ചതാണ് റോഡിൽ രൂക്ഷമായ വെള്ളക്കെട്ടിന് ഇടയാക്കുന്നത്. ബൈക്കിടിച്ചതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വടുതല സ്വദേശി മരിച്ചു. ലോട്ടറി കച്ചവടം നടത്തിയിരുന്ന വലിയകത്ത് കുറ്റിപ്പുറത്ത് വീട്ടിൽ കുഞ്ഞിമുഹമ്മദ് മകൻ 45 വയസ്സുള്ള ഷക്കീറാണ് മരിച്ചത്. ഏതു നിമിഷവും നിലംപൊത്താവുന്ന കൂരയ്ക്കുള്ളിൽ ദുരിതജീവിതം നയിക്കുകയാണ് കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ നമ്പഴിക്കാട് കാങ്കപുരക്കൽ വീട്ടിൽ ഹേമാംബിക. ഉറ്റവരുടെയും ഉടയവരുടെയും ആശ്രയമില്ലാതെ മേൽക്കൂര തകർന്ന് നിലം പതിക്കാവുന്ന വീട്ടിനുള്ളിൽ തന്റെ വളർത്തുനായ്ക്കൾക്കൊപ്പമാണ് ഇവരുടെ താമസം. കുടിവെള്ള പൈപ്പ് പൊട്ടി തകർന്ന പെരുമ്പിലാവ് പട്ടാമ്പി റോഡ് 2 മാസം പിന്നിട്ടിട്ടും അറ്റകുറ്റപ്പണി നടത്തിയില്ല. ഇതോടെ ഗതാഗത തടസ്സവും അപകട സാധ്യതയും വർദ്ധിച്ചു. 4.5 കോടി രൂപ ചെലവിട്ട് മാസങ്ങൾക്ക് മുൻപ് നവീകരിച്ച റോഡ് കഴിഞ്ഞ മാസം 26-നാണ് തൃത്താല കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് പൊട്ടി തകർന്നത്. നാടെങ്ങും ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ചൂണ്ടൽ പഞ്ചായത്തിലെ ആശുപത്രി റോഡിൽ മാലിന്യം തള്ളുന്നത് നിർബാധം തുടരുന്നു. മാസങ്ങൾക്ക് മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച മേഖലയിലാണ് പ്ലാസ്റ്റിക് കവറുകളിലും ചാക്കുകളിലുമായി മാലിന്യം കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്നത്. മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവകയിൽ കുടുംബ കൂട്ടായ്മയുടെ പതാക ദിനം ആചരിച്ചു. രാവിലെ നടന്ന ദിവ്യബലിക്ക് ശേഷം ഫൊറോന ഇടവക വികാരി ഫാദർ ഷാജു ഊക്കൻ പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുവായൂർ നഗരസഭ 29-ാം വാർഡ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. തിരുവങ്കിടം കൊടയിൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഗ്രാമോത്സവം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. കോവിലൻ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന കോവിലൻ അനുസ്മരണം ജൂൺ 2-ന് കണ്ടാണശ്ശേരിയിലും തൃശൂരിലുമായി നടക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുനക്കക്കടവിൽ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന്റെ കിഴക്കുഭാഗത്തായി കെട്ടിയിട്ടിരുന്ന ഫൈബർ വഞ്ചി കരിങ്കൽ ഭിത്തിയിലിടിച്ച് ഭാഗികമായി തകർന്നു. മുനക്കക്കടവ് അഴിമുഖം സ്വദേശി ഒളാട്ട് കൊച്ചുമോൻ മകൻ വിനോദിന്റെ കൈലാസനാഥൻ എന്ന വഞ്ചിയാണ് തകർന്നത്. കടവല്ലൂർ പഞ്ചായത്ത് ഭരണസ്തംഭനത്തിനെതിരെ കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജനകീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായ രാപ്പകൽ സമരം ആരംഭിച്ചു. കേരള മുസ്ലിം കൾച്ചറൽ സൊസൈറ്റി ചാലിശ്ശേരി പഞ്ചായത്ത് കൺവെൻഷനും മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഫൈസൽ മാഷിനുള്ള സ്വീകരണവും ദുബായിലെ അബുഹൈൽ KMCC ഓഡിറ്റോറിയത്തിൽ നടന്നു. പൊന്നേർകുളം സാഹിത്യ സമിതിയുടെ നേതൃത്വത്തിൽ വാർഷിക പൊതുയോഗം നടത്തി. കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ച് നടത്തിയ പൊതുയോഗത്തിൽ KB സുകുമാരൻ അധ്യക്ഷനായി. കുന്നംകുളം അഗ്നിരക്ഷാ നിലയത്തിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജയകുമാർ, ഗ്രേഡ് A STO ദിലീപ് കുമാർ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നിക്സൺ പോൾ എന്നിവർക്ക് കുന്നംകുളം സിവിൽ ഡിഫൻസ് യാത്രയയപ്പ് നൽകി. ഏപ്രിൽ 1-ാം തീയതി മുതൽ ഫെയർ ഫുട്ബോൾ ക്ലബ്ബ് ബദനി സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തി വന്നിരുന്ന സമ്മർ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു. തൃശൂർ പൂരം പ്രദർശനത്തിൽ സ്പെഷ്യൽ പവലിയനുള്ള അവാർഡ് ഗുരുവായൂർ ദേവസ്വത്തിന് ലഭിച്ചു. തുടർച്ചയായ 3-ാം വർഷമാണ് പൂരം പ്രദർശനത്തിൽ ദേവസ്വത്തിന് അവാർഡ് ലഭിക്കുന്നത്. നമ്മൾ ചാവക്കാട്ടുകാർ ഒരു ആഗോള സൗഹൃദക്കൂട്ട് സൗദി ചാപ്റ്റർ നമ്മളോത്സവം 2024 സംഘടിപ്പിച്ചു. റിയാദ് എക്സിറ്റ് 18-ലെ യാനബി ഇസ്തിഹാറയിലാണ് ചാവക്കാട്ടുകാരും കുടുംബാംഗങ്ങളും ക്ഷണിക്കപ്പെട്ട അതിഥികളും ഒത്തുകൂടിയത്. മന്നലാങ്കുന്ന് സയ്യിദ് ഷൈഖുൽ ഹല്ലറമി തങ്ങളുടെ ഉറൂസ് ഷെരീഫിനോടനുബന്ധിച്ച് മജ്ലിസുന്നൂർ വാർഷികവും വിദ്യാഭ്യാസ പുരസ്കാരവും മെയ് 30, 31, ജൂൺ 1, 2 തീയതികളിൽ ഷൈഖ് ഹല്ലറമി നഗറിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചൊവ്വല്ലൂർ വാദ്യസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ചൊവ്വല്ലൂർ സുനിലിന്റെ ശിക്ഷണത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ 13 കുട്ടികളുടെ തായമ്പക അരങ്ങേറ്റം ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ നടന്നു. ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ കൺവെൻഷൻ പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ വൈസ് പ്രസിഡന്റ് മുനീർ വരന്തരപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.